ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بدين الهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഇതുവരെ ചെയ്ത മുഴുവൻ തെറ്റുകളും അത്യുദാരനായ പടച്ച റബ്ബ് അവൻ്റെ ഏറ്റവും വലിയ റഹ്മത്ത് കൊണ്ടും ഔദാര്യം കൊണ്ടും പരിപൂർണ മഗ്ഫിറത്ത് പ്രദാനിച്ച് അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ, മറ്റ് ബലാഅകൾ, മുസീബത്തുകൾ, ഷർറുകൾ, തടസ്സങ്ങൾ ശിഫ തന്ന്, സലാമത്ത് തന്ന്, സമാധാനം തന്ന്, സൗഖ്യം തന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയവർ, നമ്മുടെ കാരണവന്മാർ, തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഖബറാളികൾ, പരിശുദ്ധമായ ജുമുഅ ദിവസത്തിൻ്റെ വെളിച്ചം കൊണ്ട് അല്ലാഹു അവരുടെ ഖബറുകൾ അലങ്കരിക്കട്ടെ. നാളെ പരിശുദ്ധ സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസിൽ കൂടാനുള്ള മഹാസൗഭാഗ്യം കൊണ്ട് അല്ലാഹു നമ്മെയും അവരെയും സന്തോഷിപ്പിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നാളെ ആര് ജയിക്കും എന്നുള്ള ആകാംക്ഷയിലും അതിൻ്റെ കണക്കുകൂട്ടലുകളിലുമൊക്കെ ആയിട്ടാണ് നമ്മിൽ പലരും എന്നല്ല നാം എല്ലാവരും കഴിഞ്ഞുകൂടുന്നത്. ചിലർക്ക് പ്രതീക്ഷകളും ചിലർക്ക് ആശങ്കകളും ഒക്കെ ഉണ്ട്. ഒരു ചെറിയൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ വോട്ടെണ്ണൽ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ പാർട്ടിക്കാർ അല്ലെങ്കിൽ പോലും ആ ദിവസം ആകാംക്ഷയുടെ മുൾമുനയിൽ നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു ദിവസമാണ്. കാരണം അത് വോട്ടെണ്ണലിൻ്റെയും റിസൾട്ടിൻ്റെയും ദിവസമാണ്. ആര് ജയിക്കും ആര് തോൽക്കും എന്ന് തീരുമാനിക്കപ്പെടുന്ന ദിവസമാണ്. നാളെ പരലോകത്തെ വോട്ടെണ്ണലിനാണ് ഹിസാബ് എന്ന് പറയുന്നത്. അത് നടക്കുന്ന സ്ഥലത്തിനാണ് മഹ്ശർ എന്ന് പറയുന്നത്. മനുഷ്യന്റെ നന്മ തിന്മകൾ എണ്ണി നോക്കി ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം നരകത്തിലേക്ക് മറുവിഭാഗം സ്വർഗത്തിലേക്ക് എന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ആ ദിവസം, ആ സമയം, അതിനാണ് ഹിസാബ് എന്ന് പറയുന്നത്. ഹിസാബ് എന്ന് പറഞ്ഞാൽ എണ്ണി നോക്കുക, കണക്ക് നോക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് രണ്ട് രീതിയിലുണ്ടെന്നാണ്. ലഘുവായ ചെറിയ ഹിസാബുണ്ട്,
സങ്കീർണമായ വലിയ ഹിസാബുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഘുവായ ചെറിയ ഹിസാബിനു വേണ്ടി ദുആ ചെയ്യുമായിരുന്നു എന്നാണല്ലോ. അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ, അല്ലാഹുമ്മ ഹാസിബ്നി, അല്ലാഹുവേ നീ എന്നെ വിചാരണ ചെയ്യണം. ഹിസാബൻ യസീറാ, ലഘുവായ വിചാരണ, ചെറിയ വിചാരണ. ആയിഷ ബീവി ചോദിച്ചു, എന്താണ് നബിയെ ചെറിയ വിചാരണ? ലഘുവായ വിചാരണ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തത്, അയ്യൻളുറല്ലാഹു ഫീ കിതാബി വയതജാവസു അൻ, അയ്യൻളുറല്ലാഹു ഫീ കിതാബിഹി വയതജാവസു അൻ. അല്ലാഹു ഒരു വ്യക്തിയുടെ കിതാബിലേക്ക്, നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ കിതാബിലേക്കൊന്ന് നോക്കുക, എന്നിട്ട് ഫയതജാവസു അൻ, നീ പൊയ്ക്കോ എന്ന് പറയാ. ഇതാണ് ഏറ്റവും ചെറിയ വിചാരണ. ആ കിതാബിലേക്ക് അള്ളാഹു ഒന്ന് കണ്ണോടിക്കും, എന്നിട്ട് നീ പൊയ്ക്കോ എന്ന് പറയും. ഇതാണ് ചെറിയ വിചാരണ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിക്ക് വിശദീകരിച്ചു കൊടുത്തു. ആ ലഘുവായ വിചാരണ എനിക്ക് നീ നൽകണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു എന്നാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു വാക്കാണത്. വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ച് ജുമാ നിസ്കാരങ്ങളിൽ രണ്ടാമത്തെ റക്അത്തിൽ ഓതപ്പെടുന്ന സൂറത്തുൽ ഗാശിയ, ഇതിന്റെ അവസാനം ഇന്ന ഇലൈനാ ഇയാബഹും വ ഇന്ന അലൈനാ ഹിസാബഹും, ഇന്ന ഇലൈന ഇയാബഹും, തീർച്ചയായും അവരുടെ മടക്കം നമ്മുടെ അടുക്കലേക്കാണ്. വ ഇന്ന അലൈന ഹിസാബഹും, അവരെ വിചാരണ ചെയ്യേണ്ട ഉത്തരവാദിത്വവും തീർച്ചയായും നമുക്ക് തന്നെയാണ് എന്ന് പറയുമ്പോ അല്ലാഹുമ്മ യസ്സിർ അലയ്യ ഹിസാബി എന്ന് പറയൽ സുന്നത്താണ്. അല്ലാഹുമ്മ യസ്സിർ അലയ്യ ഹിസാബി, അല്ലാഹുവേ നീ എന്റെ വിചാരണ ലഘുവാക്കണേ അല്ലാഹ്. നമ്മിൽ പലരും പറയാറുള്ളതാണ്, ചൊല്ലാത്തവർ പറയാത്തവർ ഉണ്ടെങ്കിൽ അത് ചൊല്ലണം, സുന്നത്താണ്. വ ഇന്ന അലൈന ഹിസാബഹും, അവരെ ഹിസാബ് നടത്തേണ്ട, വിചാരണ നടത്തേണ്ട ചുമതല അത് നമുക്കാണ്, നമുക്ക് തന്നെയാണ് എന്ന് അല്ലാഹ് പറയാണ്. അപ്പോ അല്ലാഹുമ്മ, അല്ലാഹുവേ യസ്സിർ അലയ്യ ഹിസാബി, എന്റെ വിചാരണ നീ ലഘുവാക്കണം അല്ലാഹ് എന്ന് ദുആ ചെയ്യൽ സുന്നത്താണ്. അങ്ങനെ ചെറിയ വിചാരണ ഉണ്ട്, ലഘുവായത്. അതോടൊപ്പം തന്നെ വളരെ ഗൗരവമേറിയ സങ്കീർണമായ വിചാരണയുണ്ട്, വളരെ ഗൗരവമേറിയ വിചാരണ. അതിനെപ്പറ്റിയാണ് ഏതെങ്കിലും ഒരാളുകൾ, വലൈസ അഹദുൻ, ഏതെങ്കിലും ആളുകൾ യുഹാസബു യൗമൽ ഖിയാമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നാളെ ഖിയാമത്ത് നാളിൽ ഹിസാബ് നടത്തപ്പെട്ടാൽ ഇല്ലാ ഹലക, അവർ നശിച്ചത് തന്നെ, അവർ പരാജയപ്പെട്ടത് തന്നെ എന്ന് പറഞ്ഞത് ആ വലിയ വിചാരണയെ പറ്റിയാണ്. ഖിയാമത്ത് നാളിൽ വിചാരണ നേരിടുന്നവർ ഇല്ലാ ഹലക്ക, അവർ നശിക്കും എന്ന് പറഞ്ഞത്, അവർ പരാജയപ്പെടും എന്ന് പറഞ്ഞത് വലിയ വിചാരണയെ പറ്റിയാണ്. ചുട്ടുപൊള്ളുന്ന പ്രതലത്തിൽ സൂര്യൻ തലക്ക് മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ, വസ്ത്രമില്ലാതെ പിറന്ന പടി ശലാകർമ്മം ചെയ്യപ്പെടാത്ത അവസ്ഥയിൽ, കാലിൽ ചെരുപ്പില്ലാത്ത അവസ്ഥയിൽ, ദുന്യാവിൽ നമ്മൾ ഓരോരുത്തരും ചെയ്ത ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി കോടാനുകോടി വരുന്ന ജനങ്ങളുടെ മുന്നിൽ വച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്ത് വിചാരണ നടത്തിയിട്ട്
നന്മ തിന്മകൾ മീസാൻ എന്ന ത്രാസിൽ വെച്ച് തൂക്കി നോക്കിയിട്ട് അവസാനം നഷ്ടക്കാരാണെങ്കിൽ ഫരീഖും ഫിസ്സഈർ, നരകത്തിന്റെ പാർട്ടിയിലേക്ക്, വിഭാഗത്തിലേക്ക് തിരിച്ചു മാറ്റി നിർത്തപ്പെടുന്ന ആ വിചാരണ അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. നാളെ ആഖിറത്തിൽ ഹിസാബിൽ വിജയിക്കുന്നവരിൽ നാം ഏവരെയും പടച്ച റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ദിവസം, ആ വോട്ടെണ്ണലിന്റെ ദിവസം, നാളെ ആഖിറത്തിലെ മഹ്ശറിലെ വിചാരണ ദിവസം നടക്കുന്ന ആ വോട്ടെണ്ണലിൽ വിജയിക്കണം എന്നുള്ളതാകണം മുസ്ലിമിന്റെ ഏറ്റവും വലിയ ആഗ്രഹവും. അതിനുവേണ്ടിയാകണം, നാളെ ആഖിറത്തിൽ വിജയിക്കാൻ വേണ്ടിയാകണം ഇവിടെ ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. കൗതുകകരമായ ഒരു കാര്യം, ആ ദിവസം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസത്തെ ഏർപ്പാടാണ് ആ വിചാരണ എന്നുള്ളതാണ്. ഈ മനുഷ്യരെ മുഴുവനും അല്ലാഹു വിചാരണ നടത്തുന്നത് ഒറ്റ ദിവസമുള്ളൂ. പക്ഷേ അവിടെയും നമ്മെ പേടിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം എന്താണെന്നറിയോ? ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ് ആ ഒരൊറ്റ ദിവസത്തിനുള്ളത്. പരിശുദ്ധ ഖുർആൻ. ആ ഒരൊറ്റ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ 24 മണിക്കൂറുള്ള ദിവസമല്ല. 50,000 സന, 50,000 ദിവസമല്ല, 50,000 ദിവസമല്ല. ദുന്യാവിൽ നമ്മൾ കണക്ക് കൂട്ടി പരിഗണിക്കുന്ന വർഷം വെച്ച് നോക്കുമ്പോ 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ് ആ വിചാരണാ ദിവസം, ആ ഒരൊറ്റ ദിവസത്തിന്റെ ദൈർഘ്യം എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാണ്. മുസ്ലിമീങ്ങൾ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് കണ്ണടച്ച് തുറക്കും പോലെ കടന്നു പോകും. അല്ലാത്തവർ നിന്ന് അനുഭവിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ. അതുകൊണ്ട് ആ ദിവസം, നാളെ ആഖിറത്തിൽ നടക്കുന്ന ആ വിചാരണയുടെ ദിവസം, ആ നറുക്കെടുപ്പിന്റെ ദിവസം, അവിടെ എനിക്ക് വിജയിക്കണം എന്നുള്ള ചിന്തയോടെ ജീവിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. പരിശുദ്ധ ഖുർആനിൽ അവസാനം അവതരിച്ച ആയത്ത് ഏതാണ്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്നുള്ള ആയത്ത്, അത് ഹുക്കുമുകളുടെ പൂർത്തീകരണമാണ്. പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളുടെ പൂർത്തീകരണമായിട്ട് അവതരിപ്പിക്കപ്പെട്ട ആയത്താണ്. അവസാനം അവതരിച്ച ആയത്ത് അതല്ല. അവസാനം അവതരിച്ച ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അൽ ബഖറ സൂറത്തിലെ 281-ാമത്തെ ആയത്ത്. അൽ-ബഖറയിലെ 281-ാമത്തെ ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിന്റെ അടുക്കലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. എന്റെ അർത്ഥം അതാണ്. ഖുർആനിലെ ആ അവസാനം ഇറങ്ങിയ ആയത്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഖുർആനിൽ ഒരു ആയത്ത് അവതരിച്ചിട്ടില്ല എന്നാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, അത് കഴിഞ്ഞിട്ട് വേറെ ആയത്ത് അവതരിച്ചിട്ടുണ്ട്. അത് ഖുർആനിലെ നിയമങ്ങളുടെ ഹുക്കുമുകളുടെ പൂർത്തീകരണമായിട്ട് അവതരിച്ച ആയത്താണ്. പക്ഷേ നാളെ നിങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം, പേടിക്കണം എന്നർത്ഥം വരുന്ന വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന് തുടങ്ങുന്ന അൽ ബഖറയിലെ 281-ാമത്തെ ആയത്ത്. അത് കഴിഞ്ഞിട്ട് ഖുർആനിൽ ഒരു ആയത്ത് അവതരിച്ചിട്ടില്ല. അവസാനത്തെ ആയത്താണ് പറയുന്നത്. നാളെ പടച്ചവന്റെ മുന്നിൽ പോയി നിൽക്കുന്ന ആ ദിവസത്തെ പറ്റിയാണ്. നന്മ തിന്മകൾ തൂക്കി നോക്കുന്ന ദിവസത്തെ പറ്റിയാണ്. ആ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നിഴലിച്ചു നിൽക്കാൻ വേണ്ടിയാണ്. ആ അർത്ഥം വരുന്ന, ആ ആശയം വരുന്ന ആയത്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അല്ലാഹു അവസാനിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു
മരണാസന്നനായി കിടക്കുന്ന സമയം ശത്രുവിന്റെ കുത്തേറ്റ് കൊടൽമാലകൾ വെളിയിൽ വന്ന് മരണാസന്നനായി കിടക്കുന്ന സമയം ഇടക്ക് ബോധം നഷ്ടപ്പെടും. സംഭവമൊക്കറിയാം. ഇടക്ക് ബോധം തിരിച്ചു കിട്ടും. ബോധം തിരിച്ചു കിട്ടുമ്പോ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് എന്നെ കുത്തിയത്? റളിയല്ലാഹു തആലാന്റെ ചോദ്യതാണ്, എന്നെ കുത്തിയത് ആരാണ്? മുസ്ലിമാണോ കാഫിറാണോ? ചുറ്റുള്ളവര് മറുപടി കൊടുത്തു, അങ്ങേ കുത്തിയത് മുസ്ലിമായ മനുഷ്യനല്ല, കാഫിറായ മനുഷ്യനാണ്. മജൂസിയായ അബൂ ലുഅ്ലുഅത്താണ് അങ്ങേ കുത്തിയത്. ആ മനുഷ്യന്റെ കുത്തേറ്റ് താൻ മരിക്കാൻ പോകുകയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നത്, ആരാണ് എന്നെ കുത്തിയത്? മുസ്ലിമാണോ കാഫിറാണോ? മുസ്ലിം അല്ല എന്നുള്ള മറുപടി കിട്ടിയപ്പോ, കാഫിറാണെന്ന് മറുപടി കിട്ടിയപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അൽഹംദുലില്ലാഹില്ലദീ ലം യജ്അൽ മൗതി അലാ യദി മുസ്ലിമിൻ. ഒരു മുസ്ലിമായ മനുഷ്യന്റെ കരം കൊണ്ട് മരിക്കേണ്ട അവസ്ഥ പടച്ചവൻ എനിക്ക് തന്നില്ലല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ആ അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഒരു കാഫിറിന്റെ കൈകൊണ്ട് മരിക്കാൻ, ഷഹീദാകാൻ ഉള്ള ഒരു അവസ്ഥ പടച്ചവൻ അവസരം എനിക്ക് അല്ലാഹ് തന്നല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. ഒരു കാഫിറിന്റെ കൈകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നതിലുപരി ഒരു മുസ്ലിമിന്റെ കൈകൊണ്ട് മരിക്കേണ്ട ഒരവസ്ഥ എനിക്ക് വന്നില്ലല്ലോ റളിയല്ലാഹു തആല അൻഹു പറയാണ്. കാരണം എന്താണ്? മുസ്ലിമിന്റെ കൈകൊണ്ട് മരിച്ചാൽ ഫഉഖാസിമുഹു ഇൻദ റബ്ബി, നാളെ വിചാരണയുടെ വേളയിൽ ആ മനുഷ്യനുമായിട്ട് ഞാൻ ന്യായാന്യായങ്ങൾ പറഞ്ഞ് തർക്കിക്കേണ്ടി വരുമല്ലോ. ഒരു മുസ്ലിമാണ് എന്നെ കുത്തിയതെങ്കിൽ ഞാനും മുസ്ലിമാണ്, അവനും മുസ്ലിമാണ്. നാളെ പടച്ചവന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോ അവനുമായിട്ട് തർക്കിക്കേണ്ടി വരും. എന്നെ കുത്തിയതിന്റെ ന്യായങ്ങൾ അവൻ പറയും. അവസാനം അവന്റെ ഭാഗത്താണ് ന്യായമെന്ന് വന്നു ചേർന്നാൽ, അങ്ങനൊരവസ്ഥ വന്നാൽ അവനാണ് എന്നേക്കാൾ ന്യായം പറയാനുള്ളതെങ്കിൽ ഞാനവിടെ പരാജയപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് മുസ്ലിമിന്റെ കൈ കൊണ്ട് മരിക്കേണ്ട ഒരവസ്ഥ എനിക്ക് വന്നില്ലല്ലോ. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, മുസ്ലിമിന്റെ കൈ കൊണ്ട് മരിച്ച ഞാനും മുസ്ലിം, അവനും മുസ്ലിം. അവൻ എന്നെ കുത്തി എന്നുള്ളത് ശരിയാണ്. അവൻ എന്താ ന്യായം അറിയണമല്ലോ. അതിന് ചെന്നിട്ട് പടച്ചവന്റെ മുമ്പിൽ എന്നിട്ട് ഹിസാബിന്റെ വേളയിൽ ന്യായം അന്യായം ഒക്കെ പറയുമ്പോ അവന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഞാൻ തോറ്റുപോയില്ലേ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല ആ കിടത്തത്തിലാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഹാസിബു അൻഫുസകും, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ തൂക്കി നോക്കണം, ഹിസാബ് നടത്തണം. നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ വിചാരണ ചെയ്യണം. ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ്. നാളെ പടച്ചവന്റെ മുന്നിൽ പോയി വിചാരണ അള്ളാഹു നടത്തുന്നതിന് മുമ്പ് നിങ്ങൾ വിചാരണ ചെയ്യണം. വസിനു, നിങ്ങൾ തൂക്കി നോക്കണം. ഖബ്ല അൻ തൂസനു, റബ്ബിന്റെ മുന്നിൽ തൂക്കപ്പെടുന്നതിന്, നന്മ തിന്മകൾ മീസാനിൽ തൂക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് തൂക്കി നോക്ക്. നാളെ അള്ളാന്റെ മുന്നിൽ ചെല്ലുമ്പോ നീ എന്തുകൊണ്ട് നിസ്കരിച്ചില്ല എന്ന അള്ളാഹ് ചോദിക്കുന്നതിന് മുമ്പ് ഇവിടെ വച്ച് ചോദിക്കണം ഞാൻ എന്തേ ഇന്നലെ നിസ്കരിക്കാതിരുന്നത്, ഞാൻ എന്തേ നോമ്പെടുക്കാതിരുന്നത്, ഞാൻ എന്തിനാണ് അവനെ വെറുതെ ആക്ഷേപിച്ചത്, അവനെ തരം താഴ്ത്തിയത്, അവനെ കൊച്ചാക്കിയത്, എന്തിനാണ് അവൻ അവന്റെ കല്യാണം അവൻ എന്നെ വിളിച്ചിട്ടും ഞാൻ എന്തിനു പോകാതിരുന്നിട്ട് എനിക്ക് എന്താണ് മെച്ചം, എന്ത് ലാഭമാണ് എനിക്കുണ്ടായത്? ഇവിടെ വെച്ച് ചോദിക്കണം. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്നാണ്, ആ കിടത്തത്തിൽ നാളെ റബ്ബിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ കോടതിയിൽ പോയി നിൽക്കുമ്പോ അവിടുത്തെ ആ ഓട്ടെണ്ണലിൽ നന്മ തിന്മകൾ എണ്ണി നോക്കി തൂക്കി നോക്കുമ്പോ അവിടെ എനിക്ക് ഞാൻ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള ആ ഭയപ്പാടോടെ, ആ ആശങ്കയോടെ, ആ ആകാംക്ഷയോടെ, അങ്ങനത്തെ ഒരു മനസ്സോടെ മുസ്ലിമിനോട് ജീവിക്കാൻ കഴിയണമെന്നാണ്.
അങ്ങനെ നമ്മൾ നന്നായാൽ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാം നന്നാകും. നമ്മുടെ നാട് നന്നാകും, നമ്മുടെ കുടുംബം നന്നാകും, നമ്മുടെ വീട് നന്നാകും, നമ്മുടെ രാജ്യം നന്നാകും, നമ്മളെ ഭരിക്കുന്നവർ നന്നാകും. നമ്മുടെ ക്വാളിറ്റി അനുസരിച്ചുള്ള ആളുകളെയാണ് നമ്മെ ഭരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചുമതലപ്പെടുത്തുന്നത് എന്നാണ്. നമ്മുടെ ക്വാളിറ്റി അനുസരിച്ചുള്ള ആളുകളെ. ഏതെങ്കിലും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ല ഈ പറയുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പരിധികളും പരിമിതികളും ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റിയൊന്നുമല്ല. അതല്ലാതെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലും മുസ്ലിമീങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്ന ആളുകളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ഏത് വിഷയത്തിലും മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പെറ്റുപെരുകുന്നവരാണ്, അവർ കുടിയേറ്റക്കാരാണ് എന്നൊക്കെ നിരന്തരം സംസാരിക്കുന്ന പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. കുടിയേറ്റക്കാരാണ്, പെറ്റുപെരുകുന്നവരാണ്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പലപ്പോഴും പാർട്ടി സമ്മേളനങ്ങളിൽ, പൊതുസമ്മേളനങ്ങളിൽ ഒക്കെ അല്ലാതെയൊക്കെ പ്രസംഗിക്കുന്നത്, നിങ്ങൾ പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ മുസ്ലിമീങ്ങൾ രാജ്യത്തിന് ഭീഷണിയാകും എന്ന് അദ്ദേഹം പറയാണ്. പ്രതിപക്ഷത്തിന് നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ മുസ്ലിമീങ്ങൾ രാജ്യത്തിന് ഭീഷണിയാകും. നമ്മുടെ സ്വത്തിനും നമ്മുടെ സമ്പത്തിനും നമ്മുടെ വിശ്വാസങ്ങൾക്കും നമ്മുടെ ദൈവങ്ങൾക്കും നമ്മുടെ ആരാധനാലയങ്ങൾക്കും നമ്മുടെ പെൺകുട്ടികൾക്കും ഒക്കെ മുസ്ലിമീങ്ങൾ ഭീഷണിയാകും. പ്രതിപക്ഷത്തെ നിങ്ങൾ വിജയിച്ചാൽ, അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ എന്ന് പരസ്യമായിട്ട് പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രി ഭരിക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രതിപക്ഷം മത്സരിക്കുന്നത് ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയല്ല, ശ്രീരാമനെതിരെയാണ് മത്സരിക്കുന്നത് പ്രതിപക്ഷം. ഈ രാജ്യത്ത് ശ്രീരാമൻ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഇവിടെ ജയിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ, ഞാൻ പറയാതെ എന്ന് മുസ്ലിമീങ്ങളെ ഉന്നം വെച്ച് സംസാരിക്കാൻ. നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്നുകളഞ്ഞ സംഘപരിവാർ RSS സംഘത്തെ ഈ രാഷ്ട്രത്തെ കെട്ടിപ്പടുത്തുന്നതിന് ജീവിതം തന്നെ നൽകിയിട്ടുള്ള, ഇന്ത്യയിലെ എന്നല്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഗവൺമെന്റ് ഇതര സംഘടന NGO ആയിട്ട് പ്രഖ്യാപിച്ച, അങ്ങനെ അവരെ അഭിനന്ദിച്ച ഒരു പ്രധാനമന്ത്രി. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ അതാണ്. ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞത്, വന്ദേ മാതരത്തിലെ പ്രധാനപ്പെട്ട ചില വരികൾ ജവഹർലാൽ നെഹ്റു വെട്ടിമാറ്റിയത് അന്നത്തെ മുസ്ലിം നേതാക്കന്മാരെ പേടിച്ചിട്ടാണ്. വന്ദേ മാതരത്തിലെ കുറെ വരികൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാൻ കാരണം അന്നത്തെ മുസ്ലിമീങ്ങളെയും മുസ്ലിം നേതാക്കന്മാരെയും പേടിച്ചിട്ടാണെന്നാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇഷ്ടപ്പെടാത്ത ഏത് വിഷയത്തിലും നമുക്കെതിരെ ശബ്ദിക്കുന്ന ഭരണാധികാരികൾ നമുക്കെതിരെ നമ്മുടെ രാജ്യത്ത് ഭരണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ നാം തീർക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളായിട്ട് എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടോ എന്ന് കൂടി ചിന്തിക്കേണ്ടി വരും. നമ്മൾ ഒരു മുസ്ലിം എന്ന നിലക്ക് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ച റബ്ബേ, നിന്റെ കോപത്തിന്റെയും നിന്റെ തൃപ്തിയുടെയും അടയാളം എന്താണ്? മൂസ നബിയുടെ ചോദ്യം, നിന്റെ റിളാഇന്റെയും നിന്റെ സുഖത്തിന്റെയും അടയാളം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുത്തത്, ഇദസ്തഅമൽതു അലൈക്കും ഖിയാറക്കും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നല്ല ആളുകളെ നിങ്ങളുടെ മേൽ ഞാൻ ഭരണാധികാരികളായിട്ട് ചുമതലപ്പെടുത്തിയാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഫഹുവ അലാമത്തു റിളാഇ, അതെന്റെ തൃപ്തിയുടെ അടയാളാണ്. ഞാൻ നിങ്ങളെ തൃപ്തിപ്പെട്ടു എന്നതിന്റെ അടയാളാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നല്ല ആളുകളാണ് നിങ്ങളുടെ മുകളിൽ ഭരണാധികാരികളായിട്ട് വരുന്നതെങ്കിൽ മനസ്സിലാക്കിക്കോ, നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെട്ടു. വീണ്ടും അല്ലാഹ് പറഞ്ഞു, വഇദസ്തഅമൽതു അലൈക്കും ശിറാറക്കും, നിങ്ങൾ വെറുക്കുന്ന ആളുകളെയാണ് നിങ്ങളുടെ ഭരണാധികാരികളായിട്ട് ഞാൻ ഏൽപ്പിക്കുന്നതെങ്കിൽ ഫഹുവ അലാമത്തു സുഖ്തി അലൈക്കും, എന്റെ കോപത്തിന്റെ അടയാളാണ്. അവരോടല്ല, നിങ്ങളോട്.
നിങ്ങളോട് എനിക്ക് കോപാണ്. അതിന്റെ അടയാളാണ് നിങ്ങളുടെ മുകളിൽ നിങ്ങൾ വെറുക്കുന്ന ആളുകൾ ഭരണാധികാരികളായിട്ട് വരുന്നത്. അത് നിങ്ങളുടെ നിലപാടിന്റെ കുഴപ്പമാണ്. നിങ്ങളുടെ നിലപാടിന്റെയും മുസ്ലിം എന്ന നിലക്കുള്ള നിങ്ങളുടെ രീതികളുടെയും കുഴപ്പമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുത്തു എന്നാണ്. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ തന്റെ പ്രജകളോട് ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇസ്ലാമിക ലോകത്ത് കടന്നുപോയിട്ടുള്ള മുസ്ലിം സാമ്രാജ്യത്തിന് കീഴിൽ കടന്നുപോയിട്ടുള്ള ഒരു രാജാവാണ്, നേതാവാണ്. അദ്ദേഹം തന്റെ പ്രജകളോട് ഒരിക്കൽ പറഞ്ഞ കാര്യമുണ്ട്. തത്ലുബൂന മിന്നാ അൻ നസീറ ഫീകും സീറത അബീ ബക്കറിൻ വ ഉമർ. അബൂബക്കറിനെ പോലെ ഉമറിനെ പോലെ റളിയല്ലാഹു തആല അൻഹും അവരെ പോലെ നിങ്ങളാകാത്തതെന്തേ? അബൂബക്കർ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ നിങ്ങളാകാത്തതെന്തേ എന്ന് നിങ്ങൾ എന്നോട് പരാതി പറയാറുണ്ടല്ലോ. നിങ്ങളെന്തേ അബൂബക്കറിനെ പോലെ ഭരിക്കാത്തത്, ഉമറിനെ പോലെ ഭരിക്കാത്തത്? ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരികളല്ലേ നിങ്ങൾ എന്ന് നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ. പക്ഷേ വലാ തസീറൂന അൻതും ബിസീറത്തി റിആയാഹും. അബൂബക്കറിന്റെ ഉമറിന്റെ റളിയല്ലാഹു തആല അൻഹും അവരുടെ പ്രജകളുടെ ക്വാളിറ്റി നിങ്ങൾക്കില്ല. ഞാൻ പറഞ്ഞു അവരൊക്കെ ഭരിച്ച ജനങ്ങളുണ്ടല്ലോ, അവരുടെ ക്വാളിറ്റി നിങ്ങൾക്കില്ലല്ലോ. നിങ്ങൾ തോന്നിയതുപോലെ ജീവിക്കുന്നവരാണ്. എന്നിട്ട് നിങ്ങളെ ഭരിക്കുന്ന ഞാൻ അബൂബക്കർ ആകണം, ഉമർ ആകണം എന്ന് നിങ്ങൾ എന്നെ ഉപദേശിക്കുകയാണോ എന്ന് പറഞ്ഞു എന്നാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഇതുപോലെ തന്നെ ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങളെന്തേ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഭരണം നടത്താത്തത്? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഭരണം നടത്താത്തത് എന്തേ എന്ന് ചോദിച്ചപ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറഞ്ഞത്, ഉആമിലുക്കും മുആമലത അബീ ബക്കറിൻ ബിൽ അദ്ലി വൽ ഇൻസാത്ത്. നീതിബോധത്തിന്റെയും സത്യസന്ധതയുടെയും വിഷയത്തിൽ അബൂബക്കറിനെ പോലെ ഞാൻ ഭരണം നടത്താം, അങ്ങനത്തെ ഖലീഫയായിട്ട് ഞാൻ മാറാം. പക്ഷേ കൂനൂ കഅബീ ദർരിൻ ബിസ്സുഹുദി വത്തഖ്വ. സുഹദിന്റെ വിഷയത്തിൽ, തഖ്വയുടെ വിഷയത്തിൽ, അല്ലാഹുവിനെ പേടിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ അബൂദറിനെ പോലെയാക്ക്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ അല്ലെങ്കിൽ സഹാബത്തിനെ പോലെ നിങ്ങളാകും. നിങ്ങൾ ആദ്യം ക്വാളിറ്റി ഉള്ളവരാകും. അല്ലാതെ ഭരിക്കുന്ന ഞങ്ങൾ മാത്രം ക്വാളിറ്റി ഉള്ളവരാകണം എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് എന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചോദിച്ചു എന്നാണ്. നമ്മുടെ ക്വാളിറ്റി അനുസരിച്ചുള്ള ആളുകളായിരിക്കും നമ്മുടെ മുകളിൽ ഭരണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുന്നത് എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാര്യമൊന്നുമല്ല ഈ പറയുന്നത്. ഇതൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാര്യമില്ല. അവിടെ പരിധിയും പരിമിതികളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട്. ദേശീയ തലത്തിൽ നേരത്തെയൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നാം വെറുക്കുന്ന ആളുകൾ ഭരണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ പല രീതിയിൽ നമ്മുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിനോടൊപ്പം ഞാനായിട്ട് എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടോ? ഒരു മുസ്ലിം എന്ന നിലക്ക് ഞാനായിട്ട് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ്. നാളെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ച് ആരായിരിക്കും ജയിക്കുന്നത് തോക്കുന്നത് എന്നതിന്റെ റിസൾട്ട് പ്രതീക്ഷിച്ച് വോട്ടെണ്ണലിന്റെ അത് വലിയ ആകാംക്ഷയുടെ മുൾമുനയിൽ നമ്മെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ വോട്ടെടുപ്പ് നാളെ പടച്ചവന്റെ മുന്നിൽ, നാളെ ആഖിറത്തിൽ മഹ്ശർ എന്ന സ്ഥലത്ത് വച്ച് അള്ളാഹുവിന്റെ വിചാരണ നടക്കുമ്പോ ആ വിചാരണ വേളയിൽ ഞാൻ ജയിക്കുമോ തോക്കുമോ എന്ന് ചിന്തിക്കാൻ ചുട്ടുപൊള്ളുന്ന പ്രതലത്തിൽ സൂര്യൻ തലക്ക് മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന അതിഭീകരമായ അവസ്ഥയിൽ നിലത്ത് ചവിട്ടിയ കാലൊന്നും മാറ്റി ചവിട്ടാൻ പോലും അവസരമില്ലാത്ത നിലക്ക് നാളെ മഹ്ശറിൽ നിൽക്കുമ്പോ പടച്ചവന്റെ തെരഞ്ഞെടുപ്പിൽ എന്റെ നന്മ തിന്മകൾ മീസാൻ എന്ന ത്രാസിൽ വെച്ച് തൂക്കപ്പെടുന്ന സമയത്ത് ആ വോട്ടെണ്ണലിൽ ഞാൻ വിജയിക്കുമോ, എന്റെ റിസൾട്ട് എനിക്ക് അനുകൂലമാണ്
ദൂരമാകുമോ? ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം നരകത്തിലേക്ക് മറുവിഭാഗം സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന സമയത്ത് ആ സ്വർഗക്കാരിൽ പെടാൻ എനിക്ക് സാധിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട്, ആ ചിന്തയോടെ, ആ ആകാംക്ഷയോടെ ഓരോ ദിവസവും ജീവിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥ ഈമാനും തഖ്വയുമുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ. ഈമാൻ സലാമത്തായിട്ട് മരിക്കാനുള്ള സൗഭാഗ്യം തന്ന അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നാളെ ഹിസാബിന്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തതുപോലെ, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ, അല്ലാഹുവേ ലഘുവായ വിചാരണ, ചെറിയ വിചാരണ, അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ തിന്മകളുടെ കിതാബ് എടുത്ത് ഒന്ന് കണ്ണോടിച്ചിട്ട് നീ സ്വർഗത്തിലേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞ് നമ്മെ വിജയികളുടെ കൂട്ടത്തിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ആ ചെറിയ വിചാരണ ലഭിക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി.